ഒരു 2 വാചകം വീതം പറയണം. ആദ്യം സുബാൽ ടീച്ചറെ വിളിക്കുന്നു. ടീം മുല്ലനെ എന്നുള്ള ആളെ പോന്നോട്ടെ. എല്ലാവർക്കും നമസ്കാരം. കാവ്യശിഖ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്. പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ പേരെ ചേർക്കണമെന്നുള്ളതൊരു വാശിയായിരുന്നു. ആ വാശി കൊണ്ട് തന്നെയാണ് 47 പേരെ ഞങ്ങൾ ചേർത്തത്. അതൊരു വല്ലാത്തൊരു, എനിക്ക് വേണ്ടിയല്ല, വൈലോപ്പിള്ളിക്ക് വേണ്ടിയല്ല, നമ്മുടെ കാവ്യശിഖ കുടുംബത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഈ വാർഷികം വളരെ നല്ല രീതിയിൽ നടക്കണം എന്ന ആവേശത്തോടു കൂടി തന്നെയാണ് പുതിയ കുറേ പേരെ ചേർത്തിക്കൊണ്ട് ഈ അവാർഡ് വാങ്ങാൻ കഴിഞ്ഞത്. വൈലോപ്പിള്ളി ടീം എന്നും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാലത്തും കൂടുതൽ അംഗങ്ങളെ ചേർത്ത് പിടിച്ച് പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ടീമിലെല്ലാവരും ശ്രമിക്കാറുണ്ട്. അതിന് പ്രത്യേകം നന്ദി. ലവണ്യ മാഷെ അവാർഡ് തന്നതിന്, പുരസ്കാരം തന്നതിനും ഒത്തിരി നന്ദിയുണ്ട്. ശിഖ ഇവിടെ അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ്, വളരുകയാണ്, പടർന്ന് പന്തലിക്കുകയാണ്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ആ പന്തലിൽ അണിനിരക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. മുല്ലനേഴി ചാക്കോടി അന്തിക്കാട്. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇപ്പോൾ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ടീം മുല്ലനയുടെ ലീഡർ എന്ന് പറയുന്നത് റീബ പോളാണ്. മറ്റൊരു 17-ാം തീയതി കളിക്കേണ്ട നാടകത്തിൻ്റെ റിഹേഴ്സലിലാണ്. ഉഷ നബീഷനും റീബ പോളും കൊലഴി നാരായണൻ്റെ ഒരു വർക്കാണ്. സിയാർദാസേൻ്റെ ആറാട്ടുപുഴ നാടകത്തിൻ്റെ റിഹേഴ്സലിൽ പോയി 4:45 വരും. അപ്പോൾ തൽക്കാലം ഈ നമ്മൾ നേരത്തെ സുഭാഷ് ടീച്ചർ പറഞ്ഞ പോലെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോവുക. കാലഘട്ടത്തെ നമുക്ക് സമകാലികമായി അടയാളപ്പെടുത്തുന്നതിന്, നമുക്ക് നമ്മുടെ രാഷ്ട്രീയം പറയുന്നതിനും നമ്മുടെ ജീവിതം പറയുന്നതിനും അതിജീവനം പറയുന്നതിനും എപ്പോഴും ഒരു സാംസ്കാരിക ഗ്രൂപ്പ് കവിതയുടെ പേരിലാണെങ്കിലൊക്കെ വേണമെന്നുണ്ട്. അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് കാവ്യശിഖയെ നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളെല്ലാം ഒരു ലോകം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ വാർഷികം, അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര, ഇനിയുള്ള ക്യാമ്പുകൾ, ഇനിയുള്ള പ്രൊഡക്ഷൻ, അതിന് എല്ലാവരും സജീവമാവുക. ഇപ്പം തന്നെ 10-200ഓളം അടുത്ത് മെമ്പർഷിപ്പ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും അടുത്ത ദിവസങ്ങൾ ഫില്ല് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ പെർഫോമൻസിൽ എത്ര വൈവിധ്യമാർന്ന പെർഫോമൻസുകളാണ് രാവിലെ മുതൽ ഇവിടെ നടന്നതെന്നുള്ളതാണ്. എത്ര വൈവിധ്യമായിരുന്ന ഒരു സമീപനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ സ്പേസും കൂടി കാവ്യശിഖ തരുന്നുണ്ട് എന്നുള്ളടത്ത് അഭിമാനമുണ്ട്. എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉണ്ട്. ഓക്കെ. ടീം NVക്ക് വേണ്ടി അജയ് നാരായണ മാഷ് സംസാരിക്കും. നമസ്കാരം. ആക്ച്വലി NV ടീമിൽ ഒരു വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ടൊരു കുട്ടി പോലെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമുക്ക് മാറണം, പുതിയ നേതൃത്വം വരണമാണ്. NV വളരെ കോപ്പറേറ്റീവാണ് ഒരു കാര്യത്തിൽ, കവിതയെല്ലാം തരാറുണ്ട്. അതുപോലെ അത്യാവശ്യം വായനകളൊക്കെ നടക്കുന്ന ഒരു ഇടം തന്നെയാണ്, അല്പം ക്വാളിറ്റിയുള്ള ഇടം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് 3 പേര് 4 പേരായിട്ട് സീനിയർ സിറ്റിസൺസും ഉണ്ട്. എല്ലാവരും അത്യാവശ്യം ഭംഗിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊപ്പരം പരാതി പറയാനായിട്ട് ഇന്ന് തുടങ്ങി എവിടെ എത്തില്ല. എല്ലാവരും ഒന്നുകൂടി ആക്റ്റീവ് ആകണം. പിന്നെ ലീഡർഷിപ്പിൽ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. 3-5 ഗ്രൂപ്പുകളിൽ ഇതൊന്ന് ഒത്തിരി കഷ്ടപ്പെട്ട ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയതാണ്. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ബിസി, ഞാൻ, ശൈലശ്രീ, ഷിജി, ഇപ്പോഴത്തെ ശൈലജയൊക്കെ 3 മാസത്തേക്ക് മുമ്പ് കണ്ടീഷൻ തന്നിട്ടാണ് കയറിയത്. ഡോക്ടർ നിഖിൽ കൂടെയുള്ള, പിന്നെ മുനിയൽ എപ്പോഴും കൂടെയുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി പറയാമെന്ന് അത് വെറുമാക്കിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ എല്ലാവരും ഇനിയും മുമ്പിൽ വരണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടും ടീമുകളുടെ പ്രവർത്തനത്തിൽ ഊന്നിയ ഒരു പുതിയ പ്രവർത്തന ശൈലിയിലേക്കാണ് കാവ്യശിഖ സഞ്ചരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രീകൃതമായ ആലോചനകളുടെയും തീരുമാനങ്ങളുടെയും സമ്പ്രദായത്തിൽ നിന്ന് മാറി ടീമുകളെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ടൊരു 47 പേര് വരുന്ന ഒരു നേതൃത്വ നിര കാവ്യശിഖയ്ക്കുണ്ട്. 50ഓളം പേർ വരുന്ന നേതൃത്വ നിരയുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രീകൃതമായ പ്രവർത്തന രീതിയാണ് നമ്മൾ ഇത്രയും കാലം നടത്തിക്കൊണ്ട് വന്നിരുന്നത്. ഇപ്പോൾ ആ സ്ഥിതി മാറുകയാണ്. ഇനി മുതൽ ഈ ആൾക്കാരെല്ലാവരും ടീമുകളിലേക്ക് വരികയും
ടീമിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ചെയ്യും. അങ്ങനെ ടീമുകൾ പ്രബലമാവുന്ന ഒരു കാലത്തിലേക്ക് യഥാർത്ഥത്തിൽ വികേന്ദ്രീകരിച്ച് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ 5 ദിശകളിലൂടെ കാവിശികയെ നയിക്കുന്ന വിധത്തിലൊരു പ്രവർത്തന ശൈലിയാണ് ഇനി തുടർന്ന് വരാൻ വേണ്ടി പോകുന്നത്. ആ നിലയിൽ എല്ലാ ടീമുകളെയും കൂടുതൽ മികവുറ്റതാക്കി, കൂടുതൽ കാര്യക്ഷമ ഉള്ളതാക്കി, കൂടുതൽ വൈവിധ്യപൂർണമായ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇതെല്ലാം നീങ്ങും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ വാർഷിക റിപ്പോർട്ട്, വരവ് കണക്കുകൾ, ഭാരവാഹികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അടുത്തൊരു ജനറൽ ബോഡി യോഗം ഓൺലൈനിൽ നമുക്ക് ചേരാം. ആ ഒരു പരിപാടിയിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇതിൻ്റെ അന്തിമഘട്ടം നമ്മൾ 4 മണിയാണ് തീരുമാനിച്ചത്, ഇത് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന പരിപാടികൾ ഇനി ഒരു 4-5 പേരുടെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. മാറ്റി വെക്കാവുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി വെച്ച് സഹകരിക്കണം. സമയം വൈകുന്ന എന്നുള്ളതാണ്. നല്ല മൂട് പോയി ഇരിക്കുന്ന ആൾക്കാർ തന്നെ ശരീരം മാത്രമേ ഉള്ളൂ. ഇവിടെ മനസ്സ് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ അതൊന്ന് സഹകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോടി തിയോസി എല്ലാ പരിപാടിയിലും ഒന്നുകിൽ തിയോയുടെ പാട്ടുകൊണ്ടാണ് ആരംഭിക്കുക, അല്ലെങ്കിൽ തിയോയുടെ പാട്ടുകൊണ്ടാണ് അവസാനിക്കുക. അപ്പോൾ തിയോ പാടും. കണക്ക് ചെയ്യണ്ട.